Welcome to Nursing Online Education. Most specific indicator of kidney disease. Options: urea, creatinine, uric acid and blood urea nitrogen. Here correct answer creatinine aanu. Creatinine is considered as the most specific renal parameter and the normal value of creatinine is 0.6 to 1.2 mg per dl. So the correct answer is option B, creatinine. Smoking cessation can be considered as dash line of prevention. Options are primordial prevention, primary prevention, secondary prevention and tertiary prevention. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പ്രീമോഡിയൽ പ്രിവെൻഷനിൽ വി ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു ഇൻഹിബിറ്റ് ദ എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടർ. ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്യാണ് പ്രീമോഡിയൽ പ്രിവെൻഷനിൽ ചെയ്യുന്നത്. പ്രൈമറി പ്രിവെൻഷനിൽ വി ആർ ട്രൈങ് ടു പ്രിവെന്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. അവിടെ വി ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു പ്രിവെന്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. അസുഖം വന്നിട്ടില്ല, അതിനു മുമ്പേ നമ്മൾ അസുഖം വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നു. അതിൽ നമ്മൾ ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും ഒക്കെയാണ് അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡറി പ്രിവെൻഷനിൽ അവിടെ അസുഖം വന്നു, കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വേഗം തന്നെ ഡയഗ്നോസ് ചെയ്യുന്നു, വേഗം ട്രീറ്റ് ചെയ്യുന്നു. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷനിൽ വരിക. ഇനി അടുത്തത് ടെർഷറി പ്രിവെൻഷനിൽ we are trying to improve the quality of life by rehabilitation അല്ലെങ്കിൽ ഡിസബിലിറ്റി ലിമിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ സ്മോക്കിംഗ് സെസേഷൻ ആണ് ചോദിച്ചത്. സ്മോക്കിംഗ് സെസേഷൻ എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൈമറി പ്രിവെൻഷൻ. What advice can be given for a patient taking digoxin? Options are take high fiber diet, restrict high fiber diet, take high protein diet and restrict high protein diet. The correct answer is restrict high fiber diet because fiber diet can reduce the absorption of digoxin. So the correct answer is option B, restrict fiber diet. Milk is option A, high in sodium and low in iron. B, low in sodium and high in iron. Option C, high in calcium and low in iron. Option D, low in potassium and high in iron. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. മിൽക്ക് ഈസ് ഹൈ ഇൻ കാൽഷ്യം ആൻഡ് ലോ ഇൻ അയൺ. കാൽഷ്യം കൂടുതലുണ്ട് പക്ഷെ അയൺ വളരെ കുറവാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹൈ ഇൻ കാൽഷ്യം ആൻഡ് ലോ ഇൻ അയൺ. വിച്ച് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് എക്ലാംഷ്യ? ഓപ്ഷൻസ് ആർ സോഡിയം നൈട്രോപ്രൊസൈഡ്, ഡോപ്പമൈൻ, മഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് ലാബിറ്റലോൾ. എക്ലാംഷ്യ പ്രീ എക്ലാംഷ്യയുടെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി പീരീഡിൽ ഹൈപ്പർ ടെൻഷനും പ്രോട്ടീനൂറിയയും എഡിമയും ഇത് ഒരുമിച്ച് വരുന്നതാണ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. ഈ പ്രീ എക്ലാംഷ്യയോടുകൂടി കൺവൽഷനും കോമയും വരുന്നതിനെയാണ് എക്ലാംഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എക്ലാംഷ്യയിൽ കൺവൽഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺവൽഷൻ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിൻ മാനേജ്മെൻറ്റ് വരുന്നത്. അതിന് നമ്മൾ സാധാരണഗതിയിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കൊടുക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മഗ്നീഷ്യം സൾഫേറ്റ്, വിച്ച് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ടു കൺട്രോൾ സീഷർ ഇൻ എക്ലാംഷ്യ. Bloody, purulent, mucoid and watery feces indicates dash. Options are Crohn's disease, cholera, ulcerative colitis and celiac disease. നമുക്കിത് ഓരോ ഡിസീസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം, സ്റ്റൂൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ക്രോൺസ് ഡിസീസാണ്. ക്രോൺസ് ഡിസീസിൽ ബ്ലഡ് ഇൻ സ്റ്റൂൾ ഉണ്ടാകും. അടുത്ത കോളറയിൽ റൈസ് വാട്ടർ സ്റ്റൂൾ ആയിരിക്കും.
അടുത്തത് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇസ് ആൻ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്. അവിടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൂള് ബ്ലഡി ആയിരിക്കും, പുറലൻ്റ് ആയിരിക്കും, മ്യൂക്കോയിഡ് ആയിരിക്കും, വാട്ടറി ആയിരിക്കും. ഓക്കെ, അടുത്തത് സീലിയാക് ഡിസീസ് ആണ്. സീലിയാക് ഡിസീസിലെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റൂൾ എന്ന് പറയുന്നത് സ്റ്റിയറ്റോറിയ ആണ്. സ്റ്റിയറ്റോറിയ എന്ന് വെച്ചാൽ ഫാറ്റി സ്റ്റൂൾ. അപ്പം സീലിയാക് ഡിസീസിൽ പെയിൽ ഫൗൾ സ്മെല്ലിംഗ് ഫാറ്റി സ്റ്റൂൾ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ബ്ലഡി, purulent, mucoid and watery feces indicate ulcerative colitis. According to Erikson's stages of growth and development, the developmental task associated with middle childhood is, options are trust, initiative, independence and industry. എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റൽ തിയറീസിൽ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്ത ട്രസ്റ്റ് ആണ് ആദ്യത്തെ. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫൻസിലുള്ള ടാസ്ക് ആണ്. അടുത്തത് ഇനീഷ്യേറ്റീവ് 4 to 5 years ഓഫ് ഏജിലുള്ള കുട്ടികളിലാണ് കാണുക. അടുത്തത് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിൽ ഉള്ള ഒരു ക്രൈറ്റീരിയ അല്ല. അടുത്തത് ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രി വരുന്നത് 6 to puberty, 6 years മുതൽ പ്യൂബേർട്ടി വരെയുള്ള കുട്ടികളിലാണ്. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻഡസ്ട്രി, വിച്ച് ഈസ് ദ ഡെവലപ്മെന്റൽ ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് മിഡിൽ ചൈൽഡ്. സിവിയർ ചെസ്റ്റ് പെയിൻ that is aggravated by breathing and is described as sharp stabbing pain is consistent with, options are angina pectoris, pericarditis, acute MI and cardiomyopathy. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പെരികാർഡൈറ്റിസ് ആണ്. കാരണം പെരികാർഡൈറ്റിസിലെ പെയിൻ എന്ന് പറയുന്നത് സഡൻ ഷാർപ്പ് സ്റ്റാബിംഗ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ഇതിന്റെ പെയിൻ ലൊക്കേഷൻ മിഡിൽ ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ് ആയിരിക്കും. And one more thing, sitting up and leaning forward will ease the pain, whereas lying down and breathing deep worsen it. അതുകൊണ്ട് correct answer is option B, pericarditis, because pain in pericarditis is sudden stabbing chest pain which worsen by breathing. Prolonged gastric suctioning can cause, options metabolic alkalosis, respiratory alkalosis, hypokalemia and gastric ulcer. ഇവിടെ പ്രൊലോങ്ഡ് സക്ഷനിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആസിഡ് ബോഡിയിൽ നിന്ന് നഷ്ടമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആൽക്കലോസിസ് വരുന്നു. അങ്ങനെ നമുക്ക് മെറ്റബോളിക് ആൽക്കലോസിസ് സംഭവിക്കുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മെറ്റബോളിക് ആൽക്കലോസിസ്. Which of the following food can be given for a patient immediately after bronchoscopy? Options are liquid diet, soft diet, semi-solid diet and none. ഇവിടെ ബ്രോങ്കോസ്കോപ്പി കഴിഞ്ഞ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പേഷ്യൻറ്റിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. ഗാഗ് റിഫ്ലക്സ് റിട്ടേൺ ആയതിനു ശേഷം മാത്രമാണ് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ, ടു പ്രിവെൻറ്റ് ചോക്കിംഗ്. ഓക്കെ, അപ്പം the correct answer is option D, none, because never feed the patient before the return of gag reflex.